അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറന്നിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ കടയിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ വലിയ ചമ്മലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, എടുക്കാൻ പറ്റി കുറച്ച് എടുക്കാം. നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്ന തരത്തിൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ. വിലയും കാര്യങ്ങളും ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളറൊക്കെ നോക്കണ്ടേ. അതല്ല നമ്മൾ നോമ്പ് തുറന്നിട്ട് രാത്രി കേട്ടോ പോകണം. അപ്പോൾ അത്ര ചൂടും ഉണ്ടാവില്ല. പകല പോവുകയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നോമ്പ് വെച്ച് പോകാനും സാധിക്കില്ല. അപ്പോൾ നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ശരി, എന്നാൽ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിതാ നോമ്പൊക്കെ തുറന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താകുമ്പോൾ നമുക്ക് വെയിലില്ലാണ്ട് സുഖമായിട്ട് പോയി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോണത് നമ്മുടെ റിയാസ് ഖാൻ്റെ കൂട്ടുകാരൻ്റെ കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നോമ്പ് തുറന്നാലും പിന്നെ ഭയങ്കര ചൂടും ദാഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റിയാസ് ഖാൻ്റെ കൂട്ടുകാരൻ്റെ കടയിലേക്ക് ആദ്യം ജ്യൂസ് കുടിക്കാൻ പോയി കേട്ടോ. പിന്നെ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തുണിക്കടയ്ക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഈ കടയ്ക്ക് തന്നെ കേട്ടോ വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ജ്യൂസ് 40 രൂപയേ ഉള്ളൂ എന്നുണ്ടല്ലോ. ഒരു ഗ്ലാസ് ഫുള്ളും വയറ് നിറയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി സപ്പോട്ട ജ്യൂസാട്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ഫാത്തിമ കുട്ടിക്ക് കുറച്ചൊക്കെ തുപ്പി, പിന്നെ കുറച്ചൊക്കെ കുടിച്ച്. അവൾക്ക് തണുപ്പായതുകൊണ്ട് അത്ര, എന്നാലും അവൾ കുടിച്ചിട്ടാ, കുറച്ചൊക്കെ കുടിച്ചിട്ടാ. ഞങ്ങളുടെ കുടി കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഞങ്ങൾ വായിൽ വെച്ച് കൊടുക്കും. പിന്നെ റിയാസ് കഥ നിന്നിട്ടേ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഇരുന്ന് പിന്നെ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ച് ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പിന്നെ നമ്മുടെ റിയാസ് ഖാൻ്റെ കൂട്ടാൻ്റെ കടയാണ്. അപ്പോൾ അവർക്ക് പിന്നെ നമുക്ക് ചാനലിലുള്ള വിവരമൊക്കെ അറിയും കേട്ടോ. പിന്നെ അതാ ഓരോരോ ഡ്രസ്സ് കടയൊക്കെ കണ്ടില്ലേ, അലങ്കരിച്ചൊരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കല്യാണമാണ് കേട്ടോ, കല്യാൺ സിൽക്സാണ്. പിന്നെ അപ്പുറത്ത് ഡ്രസ്സ് വേൾഡ് അങ്ങനെ എന്തോ സ്വർണ്ണക്കടയും തോന്നുന്നു. പിന്നെ എല്ലാ കടയും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ തിരഞ്ഞു ഏത് കടയിൽ കയറണം എന്ന്. അപ്പോൾ ഞങ്ങൾ പിന്നെ വലിയ കടയിലൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ സരള പറയുന്ന ഒരു ചെറിയ കടയിലാട്ടോ കയറി. പിന്നെ അവിടെ നോക്കുമ്പോൾ അധികം നല്ല ഇതൊന്നും ഇല്ലെങ്കിലും എന്നാലും കയറിയ സ്ഥിതിക്ക് എല്ലാവർക്കും അവിടെ നിന്ന് തന്നെ ഒപ്പിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ റീസ് കുട്ടിക്ക് ഷർട്ട് നോക്കുകയാണ്. പിന്നെ റിഷിമോൾക്കും റിജിബാക്കും ഫാത്തിമക്കൊക്കെ കുറേ നേരം തിരഞ്ഞിട്ടാട്ടോ അളവിന് കിട്ടിയത്. പിന്നെ അവസാനം നമ്മുടെ റിയാസ് കാക്ക് ഒരു ഷർട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുണിക്കടയിൽ. പക്ഷെ തിരക്കൊന്നുമില്ല, എന്നാലും നമുക്ക് ഒരു മാനക്കടൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് പൊതുവേ പുറത്തു പോയ വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലാട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ക്ഷീണം കാരണം അധികം നിന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വേഗം. ഹലോ കൂട്ടുകാരി, അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഞങ്ങളും നോമ്പൊക്കെ തുറന്ന് ഡ്രസ്സൊക്കെ പോയി എടുത്തിട്ട് വന്ന് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ നോമ്പെടുത്ത്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയി. എനിക്ക് ഡ്രസ്സ് കടയിൽ പോയി വീഡിയോ എടുക്കാൻ കുറച്ച് മാനക്കട നിറയെ ആൾക്കാരുണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും അങ്ങനെയൊന്നും എടുത്തില്ല. അപ്പോൾ എടുത്തത് കുറച്ച് കുട്ടികൾക്കുള്ള ഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഡ്രസ്സ് കടയിൽ നിന്ന് ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സരള പറയുന്ന കടയിൽ നിന്ന് എടുത്തത്. അവിടെ അത്ര കളക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒതുങ്ങിയതൊക്കെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരുടെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ പാത്തുക്കുട്ടിൻ്റെ ഡ്രസ്സ് കാണിച്ചു. പാത്തുക്കുട്ടിൻ്റെ ഡ്രസ്സാണ് കേട്ടത്. കോട്ടും ഉള്ളിൽ ബ്ലാക്ക് കോട്ടും ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട് സെറ്റ്. ഇതൊരു സെറ്റാണ് കേട്ടോ. പാൻറ്റും അങ്ങനെയുണ്ടോ, സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പോക്കറ്റ് ഉണ്ടോ? ഇല്ല, ഓരോരു മോഡൽ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ റിജിക്കുട്ടിൻ്റെ. റിജിക്കുട്ടി ഇത് എടുത്തപ്പോൾ തുടങ്ങി എനിക്ക് വിടണം വേണ്ടേ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിജിക്കുട്ടിൻ്റെ ആണ് കേട്ടോ. അത് സിമ്പിളായിട്ട് ഒരു ജീൻസ് പാൻറ് പോലത്തെ കേട്ടോ. പാത്തുക്കുട്ടിനെ ഞാൻ അടുത്ത് കാണിച്ചിരുന്നില്ല അല്ലേ, ഒരു കോട്ട് പോലെ കേട്ടോ. പക്ഷെ നല്ല തുണിയാണ് കേട്ടോ. ചൂട് സമയത്ത് ഇതൊക്കെ തന്നെ നല്ലത് കുട്ടികൾ. പിന്നെ നമ്മുടെ റഹീസ് കുട്ടൻ്റെയാണ്. റഹീസ് കുട്ടിൻ്റെ ഷർട്ട് അടിപൊളി ഷർട്ട് കേട്ടോ. പക്ഷെ ഇതൊരു വൈറ്റും ഇതും കലർന്നതാണ് കേട്ടോ. അവൻ്റെ കൊടുക്കാം എനിക്ക്
ഇതാണ് അവൻ്റെ പാൻറ് കേട്ടോ. ആ മറക്കട്ടെ. ഇനി എനിക്ക് എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല. പിന്നെ റിയാസ്ക പറഞ്ഞപ്പോൾ എന്തായാലും കൊല്ലത്തിൽ ഒരിക്കലും എടുക്കുള്ളൂ. അപ്പോൾ അത് ഷോളാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ ഷോളാണ്. തലയിൽ ഇട്ടാലും നിൽക്കുകയൊക്കെ ചെയ്യും. കനമില്ല അധികം, മെസ്സിന് ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ്. ഈ കളർ എനിക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ കളർ എടുത്തത്. പാത്തുക്കുട്ടി ഇടയിൽ വരികയാണ്. ഇതാ ഞാൻ കാണിച്ചത്. അപ്പം ഇതൊക്കെ ഞങ്ങൾ പെരുന്നാളിൽ ഇട്ടിട്ട് കാണാം കേട്ടോ. വെച്ച് നോക്കട്ടെ കേട്ടോ. എല്ലാവരും ഡ്രസ്സൊക്കെ ഇഷ്ടമായി പറഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ കളർ ഇല്ല കേട്ടോ. അതാണ് ഞാൻ ഈ കളർ എടുത്തത്. ചുരിദാറാണ്, ഫ്രോക്ക് പോലെയാണ് കേട്ടോ. ഒന്നുമില്ലേ കുട്ടിപ്പിസാസ് ഇല്ല, കുറച്ച് വണ്ണൊക്കെ ഉള്ള ഡബിൾ എക്സെല്ലിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രില്ലുണ്ട്. ഇതൊക്കെ എന്താ കാണാറുണ്ട് അപ്പുറം ഇപ്പുറം ഫ്രില്ല്, ഇങ്ങനെ ഫ്രില്ലുണ്ട് കേട്ടോ. നല്ല രസം. റിയാസ്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താട്ടത്. കണ്ടോളൂ, കണ്ടോ ഇവിടെയൊക്കെ വർക്കൊക്കെ ഉണ്ട്. ഇതെന്ത് കളറാ? ബ്ലാക്ക് അല്ല, ബ്ലാക്ക് കളറല്ല കേട്ടോ. ഇതൊരു എന്താ പറയുക, ചെറുപയറ് എന്ത് കളറാ പറയാ, ബ്ലാക്ക് തന്നെ അല്ലേ. കുറച്ച് ബ്ലാക്കും കുറച്ച് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ ഗോൾഡൻ കളറുണ്ട്. ഗോൾഡൻ അത് മടക്കട്ടെ. അപ്പോൾ ഇതാണ് എനിക്കുള്ള കേട്ടോ. പിന്നെ അതിലേക്ക് പാൻറ്റും ഉണ്ട് കേട്ടോ. ഒരു സെറ്റായിട്ടാണ് കേട്ടോ. പലാസ പോലെ, പലാസ കുറച്ച് പലാസ. ഇനി എന്റെയാണ്, ഇനി നമ്മുടെ അത്താൻ്റെ റിയാസ്കാൻ്റെ കേട്ടത്. ഇനിയിപ്പോൾ മുണ്ടെടുത്തിട്ടില്ല, എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു കുഞ്ഞു പെരുന്നാൾ ഡ്രസ്സൊക്കെ നമുക്ക് വീട്ടിലൊക്കെ എത്തി. അപ്പോൾ റിയാസ്കാക്ക് ഈ കളർ കേട്ടോ. അപ്പോൾ റിൻഷി മോളുടെ കാണിച്ചു തന്നില്ല അല്ലേ? റിൻഷി ലാസ്റ്റ് കാണിച്ചു കണ്ടിട്ടായിരിക്കില്ലേ. അപ്പോൾ റിൻഷി മോൾക്ക് ഞാൻ 2 ജോഡി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണ്, അവൾക്ക് ഇടാൻ എവിടെയും പോകുമ്പോൾ ടോപ്പാണ്. ഇത് ഉള്ളിലിടുന്ന കോട്ടാണ് കേട്ടോ. ഉള്ളിൽ വൈറ്റും പുറത്ത് റെഡും ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലിടേ ഒന്ന് വെക്കുക, അപ്പോഴെല്ലാം അറിയാം. എന്തിനെടുത്തേ അങ്ങനെ കോട്ട് ഇതായിട്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ബിൽറ്റ് ഇങ്ങനെ വരും കേട്ടോ. ഇതിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു വള്ളി ഉണ്ട്. എവിടെ ഇത് വള്ളി ഇതിങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഒരു വള്ളി വരും കേട്ടോ. അങ്ങനത്തെ ഒരു മോഡലാണ്. അതാകുമ്പോൾ ചൂട് സമയത്ത് ഇടുകയും ചെയ്യാം, കുഴപ്പമില്ല. അവൾക്ക് ഇങ്ങനെ കുത്തുന്നതും തൊങ്ങണതൊന്നും ഇഷ്ടമല്ല കേട്ടോ. സിമ്പിളായിട്ട് വർക്കധികമില്ലാത്തതാണ് അവൾക്ക് ഇഷ്ടം. അവൾ പൊതുവേ ഒരു മോഡലൊന്നുമല്ല, സിമ്പിളായിട്ട് ഇടാനാണ് അവൾക്ക് ഇഷ്ടം. ആണ്. അപ്പം അതിലേക്കുള്ള ജീൻസ് പാൻ്റ് കേട്ടോ. ഇത് ബഗീൽ എന്തായാലും ബഗ്ഗിയോ അങ്ങനെ ബജ്ജി നല്ല ഇതുണ്ട് കേട്ടോ. പാൻറ് അതിലേക്കുള്ള കേട്ടോ. അപ്പോൾ ജീൻസ് പോലത്തെയാണ് അല്ലേ? ബഗ്ഗീന്നാണ് എന്തോ പറഞ്ഞു തോന്നുന്നു. പണ്ടത്തെ ആൾക്കാരല്ലേ നമ്മൾക്ക് മോഡൽ. ഞാൻ അതിലേക്കൊരു ഷോള്, വൈറ്റ് ഷോൾ കേട്ടോ. പിന്നെ ഇനി ഒരു ഇത് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു ടോപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് 2 എടുത്തിട്ട് വന്നു. ഇതൊന്നും ഇതും ആ ജീൻസ് പാൻറ് വെള്ളത്തിൽ വരുന്നു. പാത്തുക്കുട്ടിന് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എനിക്ക് പാത്തുക്കുട്ടി നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് അന്ന് അമ്മ വായിച്ചു കൊടുത്ത വള അല്ലേ? അപ്പം ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യാം. പിന്നെ കുപ്പി വള കേട്ടോ. എനിക്ക് ഞാൻ എപ്പോഴും അറിയാലോ കുപ്പികളുടെ കുപ്പിവള അന്ന് തന്നെ ഞാൻ ഇട്ടായി. അപ്പം അവൻ്റെ തുണി അവൻ മടക്കി കൊണ്ട് വെച്ചോളൂ, മടക്കി വെച്ചോളൂ. പിന്നെ ഞാൻ അന്ന് തന്നെ വള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിൻഷിമോൾക്ക് അതിലേക്കുള്ള വള, അതും കുപ്പി വള കേട്ടോ. എനിക്കൊക്കെ ഇഷ്ടം കുപ്പി വളയാണ്. അപ്പോൾ നമ്മുടെ പാത്തുമാക്കുള്ള വള ഇട്ടത്, പാത്തിമാക്കുള്ള മാല, ഫാൻസി മാലകൾ നിക്കടിച്ചുകൂട്ടിയ വള. നീ വിടാ ഇതുണ്ടോ കുപ്പിയോളം
ഇതുപോലെ പക്ഷെ ഇത് പഴയ മോഡലാട്ടോ. മാല മാല 2 ഫ്രണ്ട്സ് മോൾക്ക് ഒന്ന് മാലല്ലേ കൊണ്ടുപോ. ഒരു വൈറ്റും ബ്ലാക്കും ഈ ഡ്രസ്സിന് മേച്ചുണ്ട് വെള്ള. പിന്നെ ഇത് അപ്പോൾ കൂട്ടുകാർക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങളും ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. എല്ലാവർക്കും ഉള്ളതിലൊക്കെ ഒതുക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആയില്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ ഇങ്ങനെ പോട്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ, അസ്സലാമു അലൈക്കും.